ചിക്രുമാണീസ്, മലൈച്ചീര, ബ്ലോക്ക് ചീര, വേലിച്ചീര, പീലീസ്, പാണ്ടിമുരുക, മൈസൂർ ചീര എന്നിങ്ങനെ വിവിധ പേരുകളിൽ പ്രാദേശികമായി അറിയപ്പെടുന്നു. കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു ദീർഘകാല വിളയായ ഇതിനെ അതിരുകളിൽ നട്ട് വേലിയായും ഉപയോഗപ്പെടുത്താറുണ്ട്. ചെടിയുടെ ഇലയെടുത്ത് നല്ല തോരനും കറിയും വെച്ചാൽ അത് നൽകുന്ന സ്വാദ് അത്രയ്ക്കും മികച്ചതാണ്. മുട്ടയുടെ കൂടെ തോരൻ വെച്ചാൽ പിന്നെ പറയേണ്ടതില്ല. കുട്ടികൾക്കും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ് ഈ ചീര. പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യത്തിനും ജീവിതശൈലിക്കും ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് പ്രമേഹം എന്ന അവസ്ഥ. പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് മധുരച്ചീര. വിറ്റാമിൻ, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ എന്നിവയെല്ലാം ഈ ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും ബീറ്റാ കരോട്ടിനും മികച്ച ഉറവിടമാണ്. ചീരയെ പച്ചിലക്കറികളിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നു തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കലോറിയുടെ സാന്നിധ്യം വളരെ കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും അമിത രക്തസമ്മർദ്ദം തടയുന്നതിനും ഉത്തമം. കൂടാതെ ഗർഭകാല സമയത്ത് അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുകയും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. രക്തക്കുറവിനും വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മാഗ്നീഷ്യം എന്നിവ ഉൾപ്പെടെയുള്ള വിറ്റാമിനുകളും ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്ന ലൂട്ടീൻ, സിയാക്സാന്തിൻ എന്നിവ ഉൾപ്പെടെ നിരവധി സസ്യ സംയുക്തങ്ങൾ നിങ്ങളുടെ കണ്ണിൽ മാക്യുലർ ഡീജനറേഷനും തിമിരവും ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ഇത് ശരീരത്തെ നിയന്ത്രിക്കാനും സന്ധികൾക്ക് വഴക്കം നൽകുവാനും കോശങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാനും അണുബാധയുള്ള സാധ്യത കുറയ്ക്കാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരവും മാനസികാവസ്ഥയും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ഏറ്റവും പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് ചീര. എന്നിരുന്നാലും ചീര കഴിക്കുന്നത് ചില ആളുകളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് വൃക്കയിലെ കല്ലുകൾക്ക് സാധ്യതയുള്ളവർ. വിറ്റാമിൻ K1 കൂടുതലായതിനാൽ ഈ ഇലക്കറി രക്തം കട്ടപിടിക്കുന്നത് ചെറുക്കുന്ന മരുന്നുകളെ തടസ്സപ്പെടുത്താം. അതിനാൽ വൃക്കയിലെ കല്ലുകൾ ഉള്ള വ്യക്തികളും രക്തം കട്ടപിടിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവരും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ കഴിക്കണമെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം തേടേണ്ടതുമാണ്.